ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പാക്കിങ് എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടികളിലൊക്കെയാണ് ഐറ്റംസൊക്കെ ആക്കിയിട്ട് ഓരോ ബോക്സിലൊക്കെ ആക്കി വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബാലൻസ് നമ്മൾ വാങ്ങിയിരുന്നതിൽ ബാലൻസ് ഉള്ളതൊക്കെ നമ്മൾ നേരെ ഇതുപോലെ തന്നെ പലകേറ്റ് ക്ലിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നല്ല പോലെ കവർ ചെയ്തിട്ടൊക്കെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, കുറച്ച് ബോക്സിലാക്കിയതിന് ശേഷം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എല്ലാം ഓരോ ഐറ്റംസും നമ്മൾ അതേപോലെ പെട്ടിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഇത് 4.5 സെൻറ്റിമീറ്ററിൻ്റെ അലിഗേറ്റർ ക്ലിപ്പാണ്. ഇതൊക്കെ വെറും 2 രൂപക്കാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ പാക്ക് പൊട്ടിച്ചിട്ട് ഓരോന്നും പെട്ടിയിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഡെയിലി വീഡിയോസൊക്കെ എടുത്ത് ചെയ്യണം എന്നൊക്കെ കരുതും കേട്ടോ. നമുക്ക് ഉച്ചക്കാണ് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളൊരു ടൈം കിട്ടുക. പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഉച്ചക്ക് കിടക്കുന്നതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഇത്രയും ആക്കിയിട്ട് നമുക്കിനി ഈ യൂട്യൂബ് അങ്ങനെ ഒഴിവാക്കി പോകാൻ പറ്റൂലല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇതുവരെ എത്തിച്ചിട്ട് അപ്പോൾ ഇനിയും തുടർന്ന് ഇതിൽ തന്നെ പോകണമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇത് ബ്ലാക്ക് അലിഗേറ്റർ ക്ലിപ്പ്, ചെറിയ സൈസ് 3 സെൻറ്റിമീറ്ററിൻ്റെ നല്ല അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. ചെറിയ പോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ഇതിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതാക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് പൊട്ടിക്കുന്നില്ല. അതുപോലെ ഇതിൽ നമ്മൾ 7.5 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഇതിലിടുകയാണ് കേട്ടോ. അതിൽ വേറെ എന്തൊക്കെയാണ് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ വലിയ പാക്കറ്റ് വരുമ്പോൾ കുറച്ച് മാത്രം ബോക്സൊക്കെ ആക്കിയിട്ട് ബാക്കി കുറച്ച് എടുത്ത് വെക്കണതാണ്. ഇപ്പോൾ ഈ ഇതിലിടുന്ന ഇത്രയും ഇനി ബാലൻസ് ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹെയർ ടൈസും അത്യാവശ്യം നമുക്കിനി സ്റ്റോക്ക് ഉണ്ട്. എന്താ ഈ പെട്ടിയിലുണ്ട് കേട്ടോ. അപ്പം അത് ഇനിയിപ്പോൾ ഇത് കെട്ടയക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇനി ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഇപ്പം നമ്മുടെ റിബൺസ് ആണെങ്കിലും ആകെ അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കണത്. കണ്ടോ, ഇപ്പോൾ 2-3 പക്ഷേ ഇപ്പോൾ അങ്ങനെ നേരാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ കച്ചറായിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം സെറ്റാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ 2 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ട് പകുതിയോളം അത്രയും റേറ്റ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കിത് അധികം അങ്ങനെ പോയിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല റിബൺ തന്നെയാണ്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ നാക്കിയാൽ നമുക്കൊരു ബോ റെഡി ആയിട്ടോ. നമുക്ക് വിഷുവിനും ഓണത്തിനും ഒക്കെ പറ്റുന്ന ഒരു ഗോൾഡൻ കളർ ഒരു തീമിൽ വരുന്നതാണ്. അതിനും അല്ലാതെയൊക്കെ പറ്റും. പക്ഷെ എന്നാലും മെയിനായിട്ട് നമുക്ക് ഈ ഒരു അങ്ങനത്തെ ഇതിനൊക്കെ ഒന്നുകൂടിയും പറ്റുന്നതാണ്. അതുപോലെ ഇതാ സാരി റിബണൊക്കെ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 2 മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു റിബൺ ഇതെല്ലാം നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിബൺസും കാണാമല്ലോ. ഇതും നമുക്ക് ക്രിസ്മസ് തീമിലൊക്കെ ആയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ വാങ്ങണമെന്നൊക്കെ കരുതും. പക്ഷേ നമുക്ക് ഈ സ്റ്റോക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്ക് ഇറക്കൂല. ഈ സ്റ്റോക്ക് എന്നല്ല, ഒരു ഐറ്റംസ് നമ്മളിപ്പോൾ സ്റ്റോക്കിന് പുതിയത് ഇറക്കൂല. അപ്പോൾ നിങ്ങൾക്ക് അപ്പക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്രയും ഓഫർ പ്രൈസിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വാങ്ങി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ക്രിസ്മസിന് മാത്രമല്ല, അല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൽ ഈ ഒരു കളർ ഷെയ്ഡിലൊക്കെ വരുന്ന ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ വാങ്ങിയത് ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ലാസ്റ്റായിട്ടാണ് വാങ്ങിയത്. അതുകൊണ്ട് അധികം ഓർഡർ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ക്രിസ്മസ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിയാതിരുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം വലിയ റോളും ആയിരുന്നു. ഇതും കണ്ടോ, കുറച്ച് കഴിഞ്ഞുള്ളൂ കേട്ടോ. റിബൺസൊക്കെ നല്ല പോലെ മൂവിങ് ആവുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സ്റ്റോക്കൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട് കേട്ടോ. കുറേ ഐറ്റംസ് നമ്മൾ റിബൺസ് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് കാറ്റലോഗൊന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കാറ്റലോഗൊന്ന് ഒഴിവാക്കുമ്പോൾ ഒരു ഇടങ്ങറാണ് കേട്ടോ. നമ്മളടുത്ത് ഉണ്ടായിരുന്നു നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന കളക്ഷൻസൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കുകയെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ ഒരു റിബൺ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ ഒരു എന്തോ ഒരു ഇടങ്ങറാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസ് കാറ്റലോഗിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് ഇരിക്കും. അങ്ങനെ നമ്മുടെ കാറ്റലോഗ് ഒക്കെ
റെഡിയാവും, സാധനങ്ങളൊക്കെ കഴിയും. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ നമുക്കിനിപ്പോൾ ആഗസ്റ്റ് 15 വരികയല്ലേ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. ഇത് മീറ്ററിന് 13 രൂപക്കാണ്. പ്രിൻറ്റഡ് ഗ്രോസ്കിനൊക്കെ മീറ്റർ 16 രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ശരിക്കുള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 25 രൂപയാണ് കേട്ടോ മീറ്ററിന്. അപ്പോൾ ഇതും കണ്ടോ, ഒരുവിധം റിബൺസൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇതിനേക്കാളും വലിയ റോളുകളാണ് എല്ലാതും വരുന്നത്. ഇതൊന്നും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇതുപോലൊക്കെ ആയിട്ട് ഇത്രയും ആയിട്ടുള്ളത് കേട്ടോ. ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല മൂവിങ് ആവുന്ന പ്രിൻസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു റെയിൻബോൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ഒരു 1/2 മീറ്ററൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഇത് ഞാൻ ആർക്കും കൊടുക്കൂല, ഇതെനിക്ക് വേണം. അതുകൊണ്ട് ഇപ്പം ഞാൻ സ്റ്റോക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതില്ല കേട്ടോ, കൊടുക്കാനില്ല. ആ 1/2 മീറ്റർ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ. അതെനിക്ക് അത്രയും ഇഷ്ടമായിട്ട് വേണമെന്ന് വിചാരിച്ചിട്ടുള്ള റിബണാണ്. ഇത് ഇത്ര പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ എന്തായാലും ഇതുണ്ടാവില്ല. അത് ഞാൻ കാറ്റലോഗിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇതാ സൺഫ്ലവറിൻ്റെ റിബൺ. ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, സെയിലായിട്ടുണ്ട്. പക്ഷേ ഇത് അത്രയും 45 മീറ്ററൊക്കെ വരുന്ന റോളായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും ബാലൻസ് ഉള്ളത്. ഇതാ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതൊരു 1.5 മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ കണ്ടോ, ഈ റോളും കൂടിയും കഴിഞ്ഞിട്ടുള്ള കുറച്ച് മാത്രമാണ് നമുക്ക് റിബൺസ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം ഇതുപോലൊക്കെ ചെറിയ റോൾസ് ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്കൊക്കെ വാങ്ങാം കേട്ടോ. പിന്നെ ഇത് 6 mm ബ്ലാക്കാണ്. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ കാലം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം മൂവിങ് ആവുന്നുണ്ട് കേട്ടോ. നല്ല ഷെയ്ഡ് തന്നെയാണ്, നല്ലൊരു സ്ട്രൈപ്സ് വരുന്നതാണ്. അതുപോലെ തന്നെ ഇതും അങ്ങനെ മൂവിങ് ആവാതെ നിൽക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഓഫർ സെയിലൊക്കെ ഇട്ടപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ഇനി റിബൺസ് ഒന്നും നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള അത്ര റിബൺസ് നമ്മളെടുത്തില്ല. ഒക്കെ ഇനി അത്യാവശ്യത്തിന് കുറച്ചൊക്കെ തന്നെ ഉള്ളല്ലോ. ഇനി ഇതെല്ലാം കൂടി പോകില്ലേന്ന് കരുതാനുള്ളതൊന്നും നമുക്കിപ്പോൾ ഇല്ല. സ്റ്റോക്കൊക്കെ കുറവ് തന്നെയാണ് കേട്ടോ. കണ്ടോ, എല്ലാം കുറച്ച് മാത്രമാണ് ഉള്ളത്. അപ്പോൾ വേണ്ടവരൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. ഇനി ഈ കാത്ത് നിൽക്കണ്ട. നിങ്ങൾക്ക് പിന്നെ വാങ്ങാമെന്ന് കരുതി കാത്ത് നിന്നാൽ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പിന്നെ കിട്ടൂല. എൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്റ്റോക്ക് ഇറക്കുകയും ചെയ്യൂല കേട്ടോ. പിന്നെ നമ്മളുടെ അടുത്ത് പേസ്റ്റൽ ബീഡ്സ്, നല്ല ക്വാളിറ്റിയുള്ള പേസ്റ്റൽ ബീഡ്സ് പാക്കറ്റായിട്ട് തന്നെ 500 ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെ നമ്മളടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. 500 ഗ്രാമിൻ്റെ പാക്ക് 450 രൂപക്കായിട്ട് തരാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള പേസ്റ്റൽ ബീഡ്സ് 15 ഗ്രാം 20 രൂപക്കാണ് കേട്ടോ കൊടുക്കുന്നത്. 15 ഗ്രാം 30 രൂപക്ക് കൊടുക്കും. പിന്നെ ഇതാ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ വലിയ റോളായിരുന്നു. അതിൽ ഇത്രയും കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ഉണ്ട്, സാധനമുണ്ട്. പിന്നെ സാരി റിബൺ, ഇത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് സാരി റിബൺ സ്കൈ ബ്ലൂവും പിങ്കും ഒക്കെയാണ് ഏറ്റവും മോഡൽസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൈ ബ്ലൂ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു പർപ്പിളും അതുപോലെ തന്നെ ഒരു റെയിൻബോ കളർ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓരോന്നും ഞാൻ പറഞ്ഞല്ലോ 3-4 ബോക്സിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാതും ഓരോരുത്തൊന്നല്ല. പിന്നെ ഇതാ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്, 1/2 മീറ്റർ ഉള്ളൂ. അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കൊടുക്കാനില്ല. പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ഗ്രോസ് ക്രെയിനാണ്. അതും കുറച്ചൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ റിബൺസ് കഴിഞ്ഞതിൻ്റെ റോളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞതാണ്. കണ്ടോ, ഈ ഒരു ഫ്ലവറിൻ്റെയും കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഇപ്പോൾ 1 മീറ്ററേ ഉള്ളൂ. കണ്ടോ, ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഇതുമ്പോൾ തന്നെ ചുറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 1 മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ഒരു റിബണ്, ഇതും അത്യാവശ്യം കുറച്ചൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇതും രണ്ടും 2 കളറാണ് കേട്ടോ. പക്ഷെ 2 സെയിം ആയത് കാരണം കൊണ്ടാണ് ഒന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്ക് വന്നത്.
ഇതാ ഇതും ലാസ്റ്റ് ആയിട്ടുണ്ട്. ഇതും ഒരു 1 മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തൊരു പെട്ടി ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രിൻറ്റഡ് റിബൺസൊക്കെ ഇതിലാക്കി വെക്കണം. ശരിക്കും നമുക്ക് 4 പെട്ടിയിലായിട്ട് ഇരുന്ന റിബൺസിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ സെറ്റാക്കിയിട്ട് ലാസ്റ്റ് ഇപ്പോൾ എത്ര ഉണ്ടെന്നൊക്കെ നോക്കാം. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഫോണിൽ സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 വീഡിയോ ഒക്കെ ആയിട്ട് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇത് സ്കൈ ബ്ലൂവിൻ്റെ ഇതും കുറച്ചൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ പ്രിൻറ്റഡ് ഗ്രോസ് ക്രീം വെച്ചിട്ട് സാരി റിബൺസും വേറെ റിബൺസൊക്കെ നമുക്ക് വേറെ ഇതിലാക്കാം കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട്. അതും റോളാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് ഈ ഒരു അതും ഞാനിവിടെ റോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.